അപ്പൊ കുടുംബത്തിന്റെ പോസിറ്റീവ് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചില ഭാഗധേയങ്ങളും കൂടി പറയേണ്ടതുണ്ട്. നാളെ ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആ കുട്ടി നമ്മളോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എൻ്റെ നശിച്ച ബർത്ത്ഡേ. മഹല്ലുകാരിതറിയണം. എൻ്റെ നശിച്ച ബർത്ത്ഡേ ആഘോഷിക്കണോ ആഘോഷിക്കണ്ടോ അത് നിങ്ങൾ തീരുമാനിച്ചോ. ഞാൻ എൻ്റെ കുട്ടികളുടെ ഇതൊന്നും ആഘോഷിക്കാൻ നിൽക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ആ ബർത്ത്ഡേ നശിച്ച ബർത്ത്ഡേ എന്നാണ്. ആ നശിച്ച ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ? പറഞ്ഞു, സാർ എനിക്ക് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പിയർ ഗ്രൂപ്പ് വളരെ അടുത്ത കൂട്ടുകാർ ചങ്കന്മാരുണ്ട്, 5-10 എണ്ണം. അവരെൻ്റെ വീട്ടിലേക്ക് ബർത്ത്ഡേ ആണെന്ന് ഗിഫ്റ്റും കൊണ്ടുവന്നു, എനിക്ക് ഷൂ കൊണ്ടുവന്നു, അത് കൊണ്ടുവന്നു, ഇതൊക്കെ കൊണ്ടുവന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മ സുബഹിക്ക് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഇവർ വരുമെന്ന് വിചാരിച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. എൻ്റെ ഉമ്മ കഴിച്ച ബിരിയാണിയാണ് സാർ അവരുച്ചയ്ക്ക് കഴിച്ചത്. എന്നിട്ട് എന്നെയും കൊണ്ട് അവിടുന്ന് നീങ്ങി, ഞങ്ങളിപ്പോൾ വരട്ടാ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് പോയി. അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി, ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ പിന്നാമ്പുറത്തെത്തി. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇവൻ നാട്ടുകാരനായ സ്റ്റുഡൻ്റാണ്, ഈ വന്ന കുട്ടികൾ പുറത്തുനിന്ന് വന്നവരുമാണ്. ഏതായാലും അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് 2 ആളെ കാണാനില്ലാതെയായി. ഇവൻ പറയാണ്, 2 ആൾ ബൈക്ക് എടുത്ത് പോയി, ഞങ്ങളിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞിട്ട് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല സാർ. കുറെ കഴിഞ്ഞപ്പോൾ ഇവരെന്തൊക്കെ ഒരു കീശയും സാധനയിട്ടൊക്കെ വരുന്നത്. അങ്ങനെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 സുഹൃത്തുക്കൾ എൻ്റെ പിന്നിലേക്കും കണ്ടു വന്നു. എന്നിട്ട് 2 ആൾക്കാർ കാലും പിടിച്ച്, 2 ആൾക്കാർ കയ്യും പിടിച്ച് എല്ലാവരും മാർത്ത് ചിരിക്കാൻ തുടങ്ങി. ഈ കൊണ്ടുവന്ന സാധനം കള്ളായിരുന്നു സാർ, വീര്യമേറിയ മദ്യം. ആ മദ്യം എൻ്റെ വായിലേക്ക് ഒടിപ്പിച്ച് അവരിങ്ങനെ വലിയ സുഹൃത്തുക്കളായി വലിയ കക്കെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു സാർ. അങ്ങനെ ഇതുവരെ മദ്യം കാണാത്ത ഞാൻ മദ്യപാനിയായി, ഇതുവരെ ഒന്നും ഉപയോഗിക്കാത്ത ഞാൻ ഇങ്ങനെയൊക്കെയായി എന്ന് പറയാൻ. എന്നിട്ട് ആ കുട്ടി പറയുന്ന വാക്ക് എൻ്റെ നശിച്ച ബർത്ത്ഡേ എന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളാരും അതിലേക്ക് പോകണമെന്ന് മോഹിക്കുന്നവരല്ല, പകരം അവരെ പീർ ഗ്രൂപ്പ് പിടിക്കുകയാണ്. ഇതുവരെ വലിച്ചിട്ടില്ലാത്ത കുട്ടികളോട് ആ വലി പറയുകയാണ്. നിങ്ങളുടെ ചാപ്റ്ററിൽ ഒന്ന് അതാണ്. 15 പരിപാടികൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. ഞാൻ പറയും, ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൗൺസിലിംഗ് സെന്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഡി അഡിക്ഷൻ സെന്റർ വരെ തുടങ്ങേണ്ടുന്ന കാലമായിരിക്കുന്നു എന്നതാണ്. കാരണം ഒന്നും വേണ്ടാത്ത ഈ കോഴിക്കോടിൻ്റെ കടപ്പുറത്തുണ്ടായ ഒരു സംഭവം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ളൊരു പ്രദേശത്തൊരു കുട്ടി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ നന്നായി മദ്യപിക്കും, ഞാൻ നന്നായി മയക്കുമരുന്ന് ഉപയോഗിക്കും. മോനെ എന്തങ്ങനെ ഉപയോഗിക്കാൻ കാരണം? ഇവനും പറഞ്ഞ കാര്യതാണ്. ആദ്യത്തെ ദിവസം ഞങ്ങൾ കോളേജിൽ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് വെൽക്കം പാർട്ടി പൂർവ്വ സ്റ്റുഡൻസ്, അതിന് മുമ്പുള്ള സീനിയർ സ്റ്റുഡൻസ് തന്നു. അങ്ങനെ വെൽക്കം പാർട്ടിയിൽ പാട്ടും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് വൈകുന്നേരം അങ്ങോട്ട് പോകാം, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ റൂം എടുത്ത് തന്നതവരാണ്, ഞങ്ങളെ പാർപ്പിച്ചതവരാണ്, ഞങ്ങളുടെ ബാഗ് പോലും വാങ്ങി വെച്ചതവരാണ്, നമുക്ക് കടപ്പുറത്തേക്ക് പോകാമെന്ന്. നിങ്ങളുടെ മെയിൻ ബീച്ചിലല്ല, കുറച്ച് അപ്പുറത്തുള്ള ബീച്ച് അവൻ പറഞ്ഞത്. അവിടെ എത്തി, ഒഴിഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു, ഞങ്ങൾ ജൂനിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ അവർ 5-8 പേരും ഞങ്ങളോട് പറഞ്ഞു കണ്ണടക്കാൻ. ഞങ്ങളിത് തമാശ ആയിരിക്കും എന്ന് വിചാരിച്ച് കണ്ണടച്ചു. പിന്നെ പറഞ്ഞു നാക്ക് നീട്ടാൻ. അപ്പോഴും ഞങ്ങളിത് തമാശ ആയിരിക്കും എന്ന് വിചാരിച്ച് നീട്ടി. കാരണം ഉച്ചക്ക് ഞങ്ങളോടൊപ്പം പാടിയവരവരാണ്, ഞങ്ങളോടൊപ്പം ആടിയവരവരാണ്, ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചതാണ്. അപ്പോൾ ഒരു കുഴപ്പവും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ കാണുന്ന നാക്കം കണ്ട് നീട്ടിയപ്പോഴേക്കും എന്തോ ഒരു പൗഡർ ഞങ്ങളുടെ നാക്കിൽ വെച്ച് തന്നു. അപ്പം മുതൽ ഞാൻ വേറെ ലോകത്തിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ഞാൻ അതിന് അഡിക്റ്റായി. പിന്നെ ഒരു ദിവസം പൈസ ഇല്ലാതെ വന്നപ്പോൾ അമ്മായിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് കുട്ടിയുടെ ചെയിന് പൊട്ടിച്ചിട്ട് ആ ചെയിന് വിറ്റിട്ട് ഇതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് മെല്ലെ പൊട്ടിക്കാൻ ഒരുഞ്ഞപ്പോൾ കുറച്ച് ടൈറ്റായത് കൊണ്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 വയസ്സോ 2 വയസ്സോ കുട്ടിക്കുള്ളൂ. കുട്ടിയൊന്നും അനങ്ങുന്നൊന്നുമില്ല ചെയിന് പൊട്ടിക്കാൻ. പക്ഷെ ആ സമയത്ത് അമ്മായി അത് കണ്ടുകൊണ്ട് വന്നു. എന്താ ഈ ചെയ്യണമെന്ന് ചോദിച്ചു. അന്ന് മുതൽ ഞാനൊരു കള്ളനുമായി സാർ. ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, ഇവരുടെ ഇതിൽ കുടുങ്ങിയിട്ട് ഞാൻ ഉപയോഗിച്ചതാണ്. ഇപ്പൊ ഞാനൊരു കള്ളനുമായി സാറേ. എന്നെ കുടുംബം മുഴുവനും, അവൻ പറഞ്ഞ വാക്ക് മൈക്കിലൂടെ പറയാൻ വയ്യ, ഞാൻ ഇന്ന പ്രദേശത്തുകാരനാണ്, അവിടുത്തെ പള്ളിയും ഇന്ന ആലയങ്ങളൊക്കെ ഞങ്ങളുടെ പിതാമഹനായിട്ട് കൊടുത്തതാണ് എന്ന് ധീരന്റെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് അവനിത് തുടങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീനീ സമുച്ചയങ്ങൾ നിൽക്കുന്ന പ്രപിതാക്കന്മാർ തുടങ്ങി വെച്ച അവിടുത്തെ പേരക്കിടാങ്ങൾക്ക് വരെ ഇതാണ് ദുരന്തഗതിയെങ്കിൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരുടെ മക്കൾക്ക് എന്തായിരിക്കും ഗതി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്.
അതുകൊണ്ട് മയക്കുമരുന്നിന്റെ ലോകം നമ്മുടെ മഹല്ലുകളിലൊക്കെ, ഈ മഹലിൽ ഉണ്ടാകില്ല ചെറുവണ്ണൂർ, നിങ്ങളെല്ലാം ശക്തമായി അതിനെതിരെ പടപൊരുതുന്നത് കൊണ്ട് നെഗറ്റീവ് ഞാൻ പറയുന്നില്ല. കാരണം തന്നെയുമല്ല, 3000 ആളുകളോട് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരൊറ്റ ആളെ പോലും ഇതുമായി ബന്ധപ്പെട്ട ആൾ ഉണ്ടാകില്ല, ചിലപ്പം പുറത്തുള്ള ആൾ ഇത് കേൾക്കുന്നുണ്ടാകില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രസംഗം കേട്ടാൽ ചില കുട്ടിയൊക്കെ തോന്നിപ്പോകും, പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ ബാക്കിയുള്ളൂ എന്ന് തോന്നുന്ന അവസ്ഥയിൽ ആ പ്രഭാഷകരുടെ പ്രഭാഷണം ഉണ്ടാകുക. അതുകൊണ്ട് എക്സാജറേറ്റ് ചെയ്തല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാടുകളെ മെല്ലെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും നൈജീരിയയിൽ പോയപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ ആടി നടക്കുന്നത് കണ്ടു. അവർ ആളുകളെ പിടിച്ച് തള്ളുന്നുണ്ട്, എല്ലാവരും പിടിച്ച് റോഡുമ്മ കൂടി പോണവരൊക്കെ. അപ്പം ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ലബ്ബാണ്, ഡ്രഗ്സിൻ്റെ ക്ലബ്ബാണ്. അവരാണ്, ആഫ്രിക്കൻസ് ആണ് കൂടുതലും ഇത്. ഞാനൊരു കോണ്ടിനെന്റലിനെ കുറ്റം പറയില്ല. അവരാണിത് ഉണ്ടാക്കുന്നതും അവരാണ് ഇതിനെ കയറ്റുമതി ചെയ്യുന്നതും എല്ലായിടത്തേക്കും വിപണനം ചെയ്യുന്നതും. അതിനെതിരെ ശക്തമായി പോയാൽ അവരെ എയർപോർട്ടിൽ വരെ വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ സത്യത്തിൽ മാഫിയ വലുതായിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മാഫിയക്കാർ അവരുടെ ലോകം തിമർത്താടുകയാണ്. അതോടൊപ്പം ഏജന്റുമാർ അവരെ നിശ്ചയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ കരങ്ങളിൽ അത് എത്തുകയാണ്. നല്ല സുഖമായിട്ട് അവർക്ക് തോന്നുകയാണ്. 1000 രൂപയ്ക്ക് കിട്ടിയതിനെ 5000-ന് വിൽക്കാൻ ഏൽപ്പിക്കുകയും 2000 എടുത്തോ 3000 ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുമ്പോൾ ബാപ്പയോട് ചോദിച്ചിട്ട് 20 രൂപ പോലും കൊടുക്കാത്ത കുട്ടികൾക്ക് 2000 ഒറ്റയടിക്ക് കിട്ടുമ്പോൾ എല്ലാ കുട്ടികളും ഇതിൽ കുടുങ്ങിപ്പോവാണ്. അങ്ങനെ മയക്കുമരുന്നിന്റെ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. സ്വാലിഹ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സംഭവം നിങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സ്വാലിഹ് തന്നെ പറയുന്ന രംഗങ്ങളുണ്ട് അതിൽ. സ്വാലിഹിനെ നിങ്ങൾ കേൾക്കണം. മയക്കുമരുന്ന് കൊണ്ടൊരിക്കൽ പിടിക്കപ്പെടുകയാണ്. മയക്കുമരുന്ന് കയ്യിലുണ്ടായിട്ട് പോലീസുകാരെ പിടിച്ചു. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്വാലിഹിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചോദ്യം ചെയ്ത് ഏകദേശം കുറച്ച് മണിക്കൂറുകൾ, 10-24 മണിക്കൂർ അവിടെ നിർത്തി. സമയം കഴിഞ്ഞപ്പോൾ ഇവൻ ആടാൻ തുടങ്ങി. ഇവനെങ്ങനെ തലയിട്ടിട്ട് ഏതെങ്കിലും ചുമരിലടിക്കാൻ തുടങ്ങി സ്റ്റേഷന്റെ. അതിനാണ് പോലീസുകാരെ നിർത്തുന്നത്, ഇവൻ ഏതായി ഉപയോഗിക്കണമെന്നറിയാൻ. LSD ആണോ MDMA ആണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. തലയിട്ടടിക്കാൻ തുടങ്ങി. പക്ഷേ കുറെ കഴിഞ്ഞ സമയത്ത് ഇവൻ ടൈൽസ് കുത്തിപ്പൊട്ടിച്ച് ടൈൽസിന്റെ ഒരു ഭാഗം മെല്ലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അറുത്തിട്ട് ആ കയ്യിൽ അറുത്ത ഭാഗം രക്തം വന്നപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരെ പിറ്റേന്ന് കോടതിയിലാക്കി. ആ കോടതിയിലെ ഒരു ജഡ്ജിന്റെ ഒരു വാക്കാണ് ഇവനെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ചെറുവണ്ണൂർ മഹല്ലിലെ ഓരോ വ്യക്തികളും കേൾക്കേണ്ടത്, നമുക്ക് ആ ജഡ്ജിയുടെ മനസ്സാകണം ഉണ്ടാകേണ്ടത്. ആ കുട്ടിയോട് ജഡ്ജി പറഞ്ഞ് വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞ വാക്കെന്താണെന്നറിയാം? മോനെ, ഇപ്പൊ നിന്നെ ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പൊന്നും കാണുന്നില്ല, പക്ഷെ ഒരു ചെറിയ വകുപ്പുണ്ട് നിയമത്തിൽ, അത് വെച്ചിട്ട് ഞാൻ നിന്നെ വിടാം. പക്ഷെ ഈ കൂട്ടിൽ നിന്ന് നീ ഇറങ്ങുമ്പോ ഇന്നു മുതൽ നീ മാറണം. അങ്ങനെ മാറുകയാണെങ്കിൽ ഞാൻ നിന്നെ വിടാമെന്ന് ജഡ്ജിന്റെ ഒരു വാക്കാണ്. കൂപ്പുകൈകളോടവൻ പറഞ്ഞു ഞാൻ മാറിക്കോളാമെന്ന്. ആ ജഡ്ജിനെ ആലോചിച്ചവൻ മാറി. അങ്ങനെയും ജഡ്ജിമാരുണ്ടാകട്ടെ. പാവപ്പെട്ട മനുഷ്യരെ വിധി എഴുതുന്നതിന് മുമ്പേ അവന്റെ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപദേശം കൊടുത്തിട്ട് അവന് ജാമ്യം കൊടുത്തു വിട്ടു. ആ കുട്ടി പറയുന്നുണ്ട്, ആ ജഡ്ജിയുടെ ഒരൊറ്റ കേമം കൊണ്ടാണ്, ഒരൊറ്റ ദയ കൊണ്ടാണ് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ എന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റും, വേറെതിലേക്ക് മാറ്റും, ജയിലിലേക്ക് മാറ്റും, ചിലപ്പോൾ 10 വർഷം ജയിലിലൊക്കെ ഇടും. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി എനിക്കൊരു ജീവിതം തന്നു. ഇന്ന് ഞാനിത് പറയുമ്പോൾ സ്വാലിഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേരളത്തിലൊന്നാകെ പുറത്തും മയക്കുമരുന്നിനെതിരെ ക്ലാസ് എടുക്കുന്ന ഏറ്റവും നല്ല കുട്ടിയായി മാറിയിരിക്കുകയാണ്. ഞാനിത് ഉപയോഗിച്ചിരുന്നവനായിരുന്നു, ഇങ്ങനെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന കുട്ടിയാണ് ഇന്ന് സ്വാലിഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹല്ലിലേക്ക് ഇത് വരാതെ നോക്കുമ്പോഴാണ് അന്തരീക്ഷം നിലനിൽക്കുക. മഹല്ലുകാർ ഉണർന്നെഴുന്നേൽക്കേണ്ടുന്ന സമയമാണ്.